ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും മനുഷ്യ ശരീരത്തിലെ ഇന്നും പരിഹരിക്കാനാവാത്ത ഒരു വലിയ പ്രശ്നമായി സ്കിൻ ഡിസീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്കിൻ ഡിസീസും ഒരുപോലെയല്ല. സോറിയാസിസ്, എക്സിമ പോലുള്ള രോഗങ്ങൾ മാറാത്ത ആളുകൾ ഇന്നും നമ്മോടൊപ്പമുണ്ട്. എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത ഇത്തരം രോഗങ്ങൾ പണ്ട് കാലം മുതലേ ചികിത്സിച്ച് ഭേദപ്പെടുത്തി വരുന്ന ഒരു വൈദ്യ കുടുംബം നമ്മളുടെ കൊച്ചു കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സർ നമസ്കാരം. നമസ്കാരം. സർ, എന്താണ് ത്വക്ക് രോഗം? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ക്യാൻസർ കഴിഞ്ഞാൽ ഏറ്റവും മാരകമായിട്ടുള്ള മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്ന അസുഖങ്ങളിൽ ഒന്നാണ് ത്വക്ക് രോഗം. ത്വക്ക് രോഗം പല വിധത്തിലുള്ളതുണ്ട്. സോറിയാസിസ്, എക്സിമ, അലോപേഷ്യ, റൊസേഷ്യ. സാറിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ 1000 വർഷത്തെ പാരമ്പര്യമുള്ള വൈദ്യ കുടുംബം എന്നാണല്ലോ. ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ? 1000 വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂർ ആണ് പന്തരനാഴി കുടുംബത്തിൻ്റെ ഉത്ഭവം. അവിടുന്ന് ഞങ്ങൾ വൈദ്യ ചികിത്സ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ത്വക്ക് രോഗ ചികിത്സയിൽ അന്ന് എൻ്റെ പിതാമഹന്മാർ ചികിത്സ ആരംഭിച്ചിരുന്നു. അതിനുശേഷം വൈക്കത്തേക്ക് വടക്കുംകുറി രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം വൈക്കത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. പന്തരനാഴി കുടുംബം അത് കഴിഞ്ഞ് അറിയപ്പെട്ടിരുന്നു വൈക്കം ശിവക്ഷേത്രത്തിൽ തെക്കുവശത്ത് ഉണ്ടായിരുന്ന ഒരു വൈദ്യ കുടുംബം എന്ന നിലയിലായിരുന്നു. സർ, ഈ ത്വക്ക് രോഗം അത്രയും പ്രശ്നമുള്ളൊരു രോഗമാണോ? തീർച്ചയായും. ത്വക്ക് രോഗം വളരെ ഗൗരവമുള്ള ഒരു അസുഖമാണ്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ക്യാൻസറാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്ന വലിയൊരു അസുഖം. കാരണം മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ട്, മരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ മെഡിക്കൽ സയൻസിന് മരുന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു അസുഖമാണ് ത്വക്ക് രോഗം. ഒരു ത്വക്ക് രോഗത്തിനും ഇതുവരെ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ മെഡിക്കൽ സയൻസ് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അലോപ്പതി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടിയുള്ള മരുന്നുകൾ മാത്രമേ ഈ മേഖലകളിലെല്ലാം ഉള്ളൂ. സാറിൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് ആയുർവേദത്തിലെ ഏത് കാറ്റഗറിയിൽ വരുന്നതാ? ഞാൻ ചെയ്യുന്ന ചികിത്സാ രീതി പൗരാണിക ആയുർവേദത്തിൽ ഊന്നിയിട്ടുള്ള ചികിത്സാ സമ്പ്രദായമാണ്. അതായത് നമ്മുടെ പറമ്പിലും നാട്ടിലും കാടുമേടുകളിലും മലമ്പ്രദേശത്തൊക്കെയുള്ള പച്ചമരുന്നുകൾ അതേപടി പറിച്ചെടുത്ത് അതിൻ്റെ സത്തെടുത്ത് മരുന്ന് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് പൗരാണിക ആയുർവേദത്തിൽ ഊന്നിയിട്ടുള്ളത്. സാർ, ഇപ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക് മാത്രമാണോ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്, അതോ പുറത്തുള്ളവർക്കും അവൈലബിൾ ആണോ? തീർച്ചയായും അവൈലബിൾ ആണ്. കേരളത്തിനകത്തും പുറത്തും മാത്രമല്ല, വിദേശത്തുമുള്ള അനവധി ത്വക്ക് രോഗികൾ ചികിത്സയ്ക്ക് വേണ്ടി എന്നെ സമീപിക്കാറുണ്ട്, ഇവിടെ നേരിട്ട് വരാറുണ്ട്. സാർ, നമുക്ക് ത്വക്ക് രോഗം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ത്വക്ക് രോഗം നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പല വഴികളുണ്ട്. ഒന്ന്, തലയിൽ അസാധാരണമായി കാണുന്ന താരൻ. 2, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുക, ഡ്രൈ സ്കിൻ. ഓയിൽ സ്കിന്നായിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഡ്രൈ സ്കിന്നിലേക്ക് ചേഞ്ച് ആകുമ്പോഴത്തേക്കും അത് ത്വക്ക് രോഗം തുടങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ശരീരത്തിന് അവിടെ ഇവിടെ കാണുന്ന പാടുകൾ, അത് ചുവന്ന പാടുകൾ വരാം, കറുത്ത പാടുകൾ വരാം, തവിട്ട് നിറത്തിൽ കുത്തു പാടുകൾ വരാം, വട്ടച്ചൊറി പോലെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ റെഡ് കളറിലൊക്കെ വരാം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇത് ത്വക്ക് രോഗം തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ത്വക്ക് രോഗം എന്ന് പറയുന്നത് പെട്ടെന്ന് ക്യൂർ കിട്ടുന്ന ഒന്നാണോ, അതോ ഒരുപാട് നാളത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ? ത്വക്ക് രോഗം പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്ന ഒരു അസുഖമല്ല. വളരെ നാളുകൾ കൊണ്ട് മാത്രമേ ഇത് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്വക്ക് രോഗം ഉണ്ടാകുന്നത് ഫംഗസ്, ബാക്ടീരിയ പോലെയുള്ള അണുജീവികൾ മൂലമാണ്. ഈ ഫംഗസ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ലെയറിൻ്റെ ഉള്ളിലാണ്. സ്കിന്നിൻ്റെ ലെയറിനുള്ളിൽ താമസിക്കുന്ന ഫംഗസുകൾ വളർന്ന് ഡെവലപ്പായി അങ്ങനെ ഗ്രാജുവലായിട്ടാണ് നമുക്ക് ത്വക്ക് രോഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ വളരെ നാളുകളെടുത്ത് അതിൻ്റെതായ രീതിയിൽ ക്രമീകരണങ്ങളിലൂടെ മാത്രമേ, ജീവിതശൈലിയിലുള്ള വ്യത്യാസം വരുത്തിയാലും കൂടി മാത്രമേ നമുക്ക് ഈ ത്വക്ക് രോഗത്തിൽ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മെഡിക്കൽ സയൻസിലെ എത്ര മരുന്ന് നമ്മൾ ഉള്ളിലേക്ക് കഴിച്ചാലും ത്വക്ക് രോഗം മാറുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? സ്കിന്നിൻ്റെ ഉള്ളിലുള്ള ഈ ഫംഗസ് മൂലമാണ് ഈ അസുഖം വരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ വരുന്ന രോഗികളോട് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോയാൽ മാത്രമേ നിങ്ങളുടെ ത്വക്ക് രോഗം എനിക്ക് 100% മാറ്റി തരാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഒറ്റ കണ്ടീഷൻ, എൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ത്വക്ക് രോഗം 100% മാറ്റിത്തരാൻ എനിക്ക് സാധിക്കും. പക്ഷേ
ഞാൻ പറഞ്ഞ അനുസരിക്കണം. സാർ ഇപ്പോൾ എത്ര കാലമായിട്ട് ഈ ഒരു രംഗത്ത് ആക്റ്റീവാണ്? പ്രൊഫഷണലി ഞാൻ ചികിത്സ തുടങ്ങുന്നത് 5 വർഷം മുമ്പാണ്. എങ്കിലും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ ഈ ചികിത്സാ രംഗത്തുണ്ട്. സാർ, ഈ ലൈഫ് സ്റ്റൈലിലെ വ്യത്യാസങ്ങളും ഈ രോഗം ഉണ്ടാവാനായിട്ടൊരു കാരണമാണെന്ന് പറഞ്ഞല്ലോ, അതെന്താണ് കാര്യം? നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ വ്യത്യാസങ്ങൾ ഈ ത്വക്ക് രോഗം കൂടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിരന്തരമായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ്. അത് നമ്മുടെ സ്കിന്നിനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ സ്കിന്നിൻ്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുകയും ചെയ്യും. അതുവഴി അതിന് നമുക്ക് അസുഖം കൂടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ബേക്കറി ഫുഡ്. അപ്പം നമ്മുടെ ആ ഒരു ഭക്ഷണ രീതികളിൽ തന്നെ വ്യത്യാസം വരുത്തുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ത്വക്ക് രോഗത്തിന് പ്രതിരോധിക്കാൻ സാധിക്കും. സാർ, ഇപ്പോൾ ഒരുപാട് ആയുർവേദ ചികിത്സാ രീതികളുണ്ടല്ലോ, ഇതിനകത്ത് സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എൻ്റെ പേഷ്യൻസിനോട് ഞാൻ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ. ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അതേപോലെ എൻ്റെ ചികിത്സ ചെയ്യുകയാണെങ്കിൽ, തൈല ചികിത്സയാണ് ഞാൻ പ്രധാനമായും ചെയ്യുന്നത്. ഉള്ളിലേക്ക് കഴിക്കാൻ മരുന്നൊന്നും കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ പഥ്യവും ഇല്ല. അപ്പം ഇത് രണ്ടും ഇല്ലാതെ തന്നെ തൈല ചികിത്സ, തൈലം പുരട്ടി ആണ് സ്കിന്നിൽ പുരട്ടിയിട്ടാണ് നമ്മുടെ ചികിത്സ തുടർന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തെറാപ്പി, സ്കിൻ തെറാപ്പി ഉണ്ട്. സ്കിൻ തെറാപ്പി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള അണുക്കളെ, അതായത് മെയിനായിട്ട് ഫംഗസ്, ബാക്ടീരിയ, ഇതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞാൻ തന്നെ സ്വതസിദ്ധമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് സ്കിൻ തെറാപ്പി എന്ന് പറയുന്നത്. ഈ രീതികളിലൂടെയൊക്കെയാണ് എൻ്റെ അടുത്ത് വരുന്ന ഒരു ത്വക്ക് രോഗം ബാധിച്ച ഒരു പേഷ്യൻസിൻ്റെ അസുഖം പരിപൂർണമായിട്ട് നീക്കുവാൻ എനിക്ക് സാധിക്കുന്നത്. സാറിൻ്റെ കൺസൾട്ടേഷനൊക്കെ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത്? ഫോണിൽ വിളിച്ച് നേരിട്ട് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടാണെങ്കിലും അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നേരിട്ട് വരാവുന്നതാണ്. സാർ, ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ത്വക്ക് രോഗങ്ങളെ പറ്റിയിട്ട് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങളും ത്വക്ക് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണോ? എങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്തോളൂ. പന്തിരനാഴി ആയുർവേദ വൈദ്യശാല ആൻഡ് റിസർച്ച് സെൻറ്റർ, മൂവാറ്റുപുഴ. 7994533609.